ഞാൻ പിന്നെ വിളിക്കാവേ. നിൽക്കച്ചു, അച്ഛനോട് മിണ്ടാതെ പോലെ. അച്ഛൻ മോളെ കാണാനാ കാത്തു നിന്നത്. എന്തിനാ കാണുന്നത്? എനിക്കാരെയും കാണണ്ട. മോളുടെ മനസ്സിൽ അച്ഛനോട് വെറുപ്പും ദേഷ്യമാണെന്ന് അച്ഛനറിയാം. എങ്കിലും അച്ഛന് പറയാനുള്ളത് മോളൊന്ന് കേൾക്കണം. എന്തിനു കേൾക്കണം? ഞാൻ പറയാൻ കൊതിച്ചതൊക്കെ കേൾക്കാൻ ഏതെങ്കിലും കാലത്ത് എന്റെ അച്ഛൻ കൂടെ ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞുനാൾ മുതൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ ഞാൻ കൊതിച്ച് കാത്തിരുന്നപ്പോ അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടോ? കൂട്ടുകാരെല്ലാവരും അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോ എനിക്ക് പറയാൻ അച്ഛനെ കുറിച്ച് ഒരു ഓർമ്മ പോലും അച്ഛൻ തന്നിട്ടില്ല. എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും അവരുടെ അച്ഛന്മാരെ സ്കൂളിൽ കൊണ്ടുവിടുന്ന കാണുമ്പോ കൊതിച്ചിട്ടുണ്ട് ഞാനും. എന്റെ അച്ഛന്റെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസം ഞാൻ 1000 വട്ടം മനസ്സിൽ സങ്കല്പിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇത് വലുതും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? എന്നെയോ ഏട്ടനെയോ കുറിച്ച് ഒന്ന് ഓർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ടിപ്പോ പറയാനുള്ളത് കേൾക്കണം പോലും. എന്റെ ഭാഗത്തു നിന്ന് പറ്റിപ്പോയ തെറ്റുകളെല്ലാം ഞാൻ നന്നായി തിരിച്ചറിയുന്നുണ്ട് മോളെ. കുടുംബത്തിന്റെ തണലും മക്കളുടെ സ്നേഹവും സ്വയം നഷ്ടപ്പെടുത്തിയവനാ ഞാൻ. അതിന്റെ തീരാത്ത കുറ്റബോധത്തിലൊരുക്കിയ ഞാനിപ്പോ ഓരോ നിമിഷവും ജീവിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാനൊരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഞാനത് അർഹിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ അച്ഛന്റെ മനസ്സിൽ നിന്നോടും അപ്പിക്കുട്ടനോടും ഒരു കടലോളം സ്നേഹമുണ്ട്. അതൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ അറിയണം. ആരറിഞ്ഞില്ലെങ്കിലും എന്റെ മോളെങ്കിലും അറിയണം. അതും കൂടിയില്ലെങ്കിൽ ചത്തും മണ്ണിനടിയിൽ പോയാലും ഈ അച്ഛന് സമാധാനം കിട്ടില്ല മോളെ. അച്ഛാ, മതി, അച്ഛനത് മതി. അച്ഛന്റെ മനസ്സിലെ നീറ്റില് ഇപ്പൊ കുറയുന്നുണ്ട്. അച്ഛനെ ഓർത്ത് ഇത്രയും കാലം ഇതുപോലെ നീറി കഴിഞ്ഞതാ അമ്മ. അറിയാം. അവളോട് മാപ്പ് പറയാനും എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. പക്ഷേ പഴയ ജീവിതമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ലല്ലോ. പരോളിൽ ഇറങ്ങിയപ്പോ പോലും അഭിയേട്ടന്റെ കല്യാണം മുടക്കിയത് അച്ഛനാണെന്ന് എല്ലാവരും പറയുന്ന. എന്റെ മക്കളാണ് സത്യം. നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല. ഈ ലോകം മുഴുവൻ എന്നെ അവിശ്വസിച്ചാലും എന്റെ മോളെങ്കിലും എന്നെ വിശ്വസിക്കണം. അച്ഛൻ അത് മതി. ഞാൻ പോവുക. അച്ഛനെ കണ്ടെന്നും സംസാരിച്ചെന്നൊക്കെ അറിഞ്ഞോ ഏട്ടൻ വഴക്ക് പറയും. മോളെ നിൽക്ക്.
ഇതിലും വലുതൊക്കെ തരണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷേ അതിനൊന്നും നിവർത്തിയില്ല. മോൾക്ക് വേണ്ടി അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടുവന്നതാ. മോളിത് വാങ്ങണം. എനിക്ക് വേണ്ട. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ.